കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങൾക്കും പ്രിയ മാതാപിതാക്കൾക്കും യൗവനക്കാർക്കും കുഞ്ഞു കുട്ടികൾക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം: ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട്, സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട്. സന്തോഷത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. സന്തോഷം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ആ വാക്ക് കേട്ടിട്ട് സന്തോഷം ഉണ്ടാകാത്തത്രയും ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട്. ഒരുപക്ഷെ മകനെ, പ്രിയ സഹോദര, നീ അത്രമാത്രം ദുഃഖത്തിൻ്റെ കയത്തിലാണ് കിടക്കുന്നതെങ്കിലും ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം തന്നെ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് സന്തോഷം തരാൻ യേശുവിന് കഴിയും. വിശ്വസിക്കൂ. ഇന്നത്തെ ദുഃഖങ്ങൾ മാറും, ഇന്നത്തെ വേദനകൾ മാറും. എന്നും കരച്ചിലിൻ്റെ കാലമല്ല, എന്നും വേദനയുടെ കാലമല്ല, എന്നും താഴ്ചയുടെ കാലമല്ല, എന്നും ഇലപൊഴിയുന്ന കാലമല്ല. പാട്ടുകാരൻ പാടി: ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടെന്നോർക്കണം, കവിളിയിലൂടെ ഒഴുകുന്ന കണ്ണുനീരിനപ്പുറം പുഞ്ചിരിയുണ്ടെന്നോർക്കണം. കർത്താവിന് സ്തോത്രം. എന്നും ഇലപൊഴിച്ചിലിൻ്റെ കാലമല്ല. ഒരു സീസണിൽ ഇലപൊഴിയും, പക്ഷേ മറ്റൊരു സീസണിൽ അത് തളിർക്കും. മാത്രമല്ല, തളിര് വന്നാൽ അത് പുഷ്പിക്കും, പുഷ്പം വന്നാൽ അത് ഫലമുണ്ടാകും. കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഒരു പിക്ചർ കാണിച്ചു തന്നു. ഈ ലാസ്റ്റ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആ ചിത്രം എങ്ങനെയായിരുന്നു? ഒരു ഉണങ്ങിയ മരം, കാണുന്നൊരു ഉണങ്ങിയ മരമാണ്. പക്ഷേ ഇത്ര കഴിയുമ്പോൾ ആ ഉണക്ക കമ്പിൽ നിന്നും ചെറിയ ചെറിയ തളിരുകൾ വരുന്നു. ആ തളിര് വന്ന് അത് വളരുന്നു. അതിനുശേഷം ആ ഇലകളുടെ മുകളിൽ അവിടുന്ന് ഒരു നല്ല പൂവുണ്ടാകുന്നു. അതിനുശേഷം ആ പൂവിൽ നിന്നും അവിടെ ഒരു ഫലമുണ്ടാകുന്നു. വളരെ അർത്ഥവത്തായ ഒരു ദൈവിക ദർശനമെന്നോ ദൈവിക ആലോചനയെന്നോ നമുക്കത് പറയാം. എല്ലാം തകർന്നുപോയി, ജീവിതം ഉണങ്ങിപ്പോയി, പ്രതീക്ഷയില്ല. എന്നാൽ ഹല്ലേലൂയ, ജീവനുള്ള ദൈവത്തിൻ്റെ വചനം, മകനെ, നിനക്ക് പുത്തൻ പ്രതീക്ഷകൾ തരും. ഹല്ലേലൂയ. യേശു നിനക്ക് പുത്തൻ പ്രതീക്ഷകൾ തരും. യേശു, മകനെ, നിനക്ക് തളിര് തരും. നിൻ്റെ കരിഞ്ഞുണങ്ങിപ്പോയ ജീവിതത്തെ പുഷ്പിക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. നിങ്ങൾക്കറിയാമോ, അഹ്റോൻ്റെ വടി ഉണങ്ങിയതായിരുന്നു, ഉണങ്ങിയ വടി. എന്നാൽ ആ ഉണങ്ങിയ വടി ദൈവസാന്നിധ്യത്തിൽ ഒരു രാത്രി ഇരുന്നപ്പോൾ ആ വടി പുഷ്പിച്ചു. ആ ബദാം വടി, ഹല്ലേലൂയ, ആ ബദാമിൻ്റെ ഉണങ്ങിയ തണ്ട് അത് പുഷ്പിച്ചു, അത് തളിർത്തു, അത് ഫലം കായ്ച്ചു. എന്താണത് സൂചിപ്പിക്കുന്നത്? ദൈവസാന്നിധ്യത്തിൽ ഇരുന്നാൽ ഏതൊരു തകർന്ന ജീവിതവും പുഷ്പിക്കും. ഏതൊരു തകർന്ന ജീവിതം പുഷ്പിക്കും. ദൈവസാന്നിധ്യത്തിൽ, ദൈവത്തിൻ്റെ കൃപയുടെ സാന്നിധ്യത്തിൽ, കൃപയുടെ നിഴലിലിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അത് സത്യമാണ്. ഇവിടെ നാം വായിച്ചത് എന്താണ്? ദോഷം നിരൂപിക്കുന്നവരുടെ ഹൃദയത്തിൽ ചതിവുണ്ട്, എന്നാൽ സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട്. നാം മറ്റുള്ളവരെക്കുറിച്ച് ദോഷം നിരൂപിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുകയില്ല. ഉള്ള സന്തോഷം കൂടി നഷ്ടപ്പെട്ടു പോകും. ഇതൊരു സത്യമാണ്. ദോഷം നിരൂപിച്ചുകൊണ്ടിരിക്കരുത്. കർത്താവിന് സ്തോത്രം. എബ്രഹാം ലിങ്കൺ, നമുക്കറിയാം, അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൺ, അദ്ദേഹം ഒരുപാട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ് ആ പദവിയിലേക്ക് വന്നത്. അദ്ദേഹത്തിന് ഒരുപാട് എതിരുകളുണ്ടായിരുന്നു. അദ്ദേഹം പുറമേ വലിയ സൗന്ദര്യം ഉള്ള ആളായിരുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന് ആന്തരിക സൗന്ദര്യം ഉണ്ടായിരുന്നു. പണ്ട് പുറമേ സൗന്ദര്യമുണ്ട്, അകത്ത് സൗന്ദര്യമുണ്ട്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു, യഹോഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. ദൈവവചനത്തിലുണ്ട് പുറമേയുള്ള സൗന്ദര്യം, അതുകൊണ്ട് അകത്ത് സൗന്ദര്യം ഉണ്ടാകണമെന്നില്ല. ഒരുപക്ഷെ പുറമെ വലിയ സൗന്ദര്യമില്ലെങ്കിലും അകത്ത് നല്ല സൗന്ദര്യമുള്ളവരുണ്ട്. എന്താണ് ആന്തരിക സൗന്ദര്യം? ദയ, കരുണ, സ്നേഹം, ആർദ്രത, ഇതെല്ലാമാണ് ആന്തരിക സൗന്ദര്യത്തിൻ്റെ ലക്ഷണങ്ങൾ.
എബ്രഹാം ലിങ്കൺ അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. പുറമേ അദ്ദേഹത്തിന് വലിയ സൗന്ദര്യമില്ലായിരുന്നു എന്നാണ് ഞാൻ വായിച്ചത്. പക്ഷെ അദ്ദേഹം ഉന്നതനായ വലിയ വിശാല ഹൃദയമുള്ള ഒരു നല്ല പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹം പ്രസിഡൻ്റായിരുന്നപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ എതിർത്ത വ്യക്തി, അദ്ദേഹത്തെ അപമാനിച്ച വ്യക്തിയെ അദ്ദേഹം ഒരു നല്ല പൊസിഷനിലാക്കി. അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൽ വീണ്ടും ആ മനുഷ്യൻ വീണ്ടും ഒരു കോമാളി എന്ന് പറഞ്ഞ് വേറൊരു വ്യക്തിയോട് എബ്രഹാം ലിങ്കണെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ എബ്രഹാം ലിങ്കൺ പ്രതികരിച്ചില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തോട് ആ പറഞ്ഞ ആളോട് പറഞ്ഞു, ഇന്നയാളാണോ ആ കാര്യം പറഞ്ഞത് എങ്കിൽ അത് ശരിയായിരിക്കും. അദ്ദേഹം നുണ പറയാറില്ല. ഏത് എബ്രഹാം ലിങ്കണെക്കുറിച്ച് അദ്ദേഹം ഒരു കോമാളിയായിരിക്കുമെന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് എബ്രഹാം ലിങ്കൺ പറഞ്ഞത്, ആ പറഞ്ഞ വ്യക്തി സാധാരണ നുണ പറയാറില്ല, അദ്ദേഹം പറഞ്ഞത് സത്യമായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാനൊരു കോമാളി ആയിരിക്കാം എന്ന് തന്നെ തിരുത്തിക്കൊണ്ട് അദ്ദേഹം എളിമയോടെ പറഞ്ഞു എന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ എബ്രഹാം ലിങ്കൺ വെടിയേറ്റ് മരിച്ചു. ഈ എബ്രഹാം ലിങ്കനെ കുറ്റം പറഞ്ഞ വ്യക്തി എബ്രഹാം ലിങ്കൺ വെടിയേറ്റ് മരിച്ചു എന്ന് കേട്ടപ്പോൾ ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ ശവശരീരത്തിലേക്ക് വീണ് വിങ്ങി വിങ്ങി കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു. അദ്ദേഹം ഒന്ന് പരസ്യമായിട്ട് പറഞ്ഞു, ഈ എബ്രഹാം ലിങ്കൺ ഒരു ഉന്നതനായ മനുഷ്യനായിരുന്നു, അദ്ദേഹത്തെപ്പോലെ ഒരു ശ്രേഷ്ഠനായ മനുഷ്യൻ അമേരിക്ക ഇതുവരെ കണ്ടിട്ടില്ല എന്ന്. എൻ്റെ പ്രിയരെ, ശത്രുക്കൾ പോലും, നമ്മെ കുറ്റം പറഞ്ഞവർ പോലും നമ്മെക്കുറിച്ച് നല്ലത് പറയാൻ ഇടയാകും. നമുക്ക് ഒരു സൗമ്യതയുണ്ടെങ്കിൽ, നമുക്ക് മറ്റുള്ളവരെക്കുറിച്ച് സമാധാനം പറയാൻ പറ്റുന്നൊരു ഹൃദയമുണ്ടെങ്കിൽ. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട്. മറ്റുള്ളവരെക്കുറിച്ച് തിന്മ വിചാരിച്ചുകൊണ്ടിരുന്നാൽ, പ്രിയ അമ്മമാരെ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ മകൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന നിങ്ങളുടെ മരുമകളോട് അവളുടെ കുറ്റം കണ്ടുപിടിച്ച് അവളെക്കുറിച്ച് എപ്പോഴും ദോഷം നിരൂപിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടുകയില്ല. പ്രിയ മകളെ, നിൻ്റെ അമ്മാവിയമ്മയെക്കുറിച്ച് നീ ദോഷം നിരൂപിച്ചുകൊണ്ടിരുന്നാൽ നിൻ്റെ ഉള്ളിൽ സമാധാനം കിട്ടുകയില്ല. ആ സമാധാനമില്ലെങ്കിൽ സന്തോഷവും കിട്ടുകയില്ല. ഇന്ന് സ്ഥാപനങ്ങളിൽ, കുടുംബങ്ങളിൽ, ഏറ്റവും അടുത്ത ബന്ധക്കാരുടെ ഇടയിൽ, എന്തിന് ക്രിസ്തീയ സഭകളിൽ പോലും മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നു, മറ്റുള്ളവരുമായി സമാധാനത്തിന് തയ്യാറല്ല. എൻ്റെ പ്രിയരെ, അങ്ങനെയെങ്കിൽ മകനെ നിനക്ക് ശാശ്വത സന്തോഷം കിട്ടുകയില്ല. ആരോടും വിഷമമില്ലാതെ. എബ്രഹാം ലിങ്കൺ ജെറ്റിസ്ബർഗിൽ വെച്ച് പറഞ്ഞ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, വിത്ത് മാലിസ് ടുവേഴ്സ് നൺ ആൻഡ് വിത്ത് ചാരിറ്റി ഫോർ ഓൾ. എനിക്ക് ആരോടും പരാതിയില്ല, എനിക്ക് ആരോടും പരിഭവമില്ല, എനിക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന്. അതേ, നിങ്ങളുടെ ജീവിതം സമാധാനകാംക്ഷിയായി, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അങ്ങനെ മറ്റുള്ളവർക്കും സമൂഹത്തിലും കുടുംബത്തിലും സമാധാനം ഉണ്ടാക്കണം. ഞാൻ മൂലം ആർക്കും ഒരു അസമാധാനം വരരുത്, ഞാൻ മൂലം ആർക്കും ഒരു അസന്തുഷ്ടി വരരുത്. അങ്ങനെയാണ് നമ്മുടെ ചിന്തയെങ്കിൽ ദൈവം നമുക്ക് സന്തോഷം തരും. ഒരു റിവേഴ്സാണത്. നിങ്ങൾ വേദപുസ്തകത്തിൽ വായിച്ചില്ലേ? ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നു, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇയ്യോബ് തനിക്ക് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിച്ചത്, കാരണം അദ്ദേഹം സമാധാനകാംക്ഷിയായ ഒരു മനുഷ്യനായിരുന്നു, മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. നാം ഇന്ന് നമ്മുടെ കാര്യം നടക്കാൻ പ്രാർത്ഥിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ വേദനയൊന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? മറ്റുള്ളവർക്കൊരു നന്മ വരണം, അവർക്കൊരു വീട് കിട്ടണം, അല്ലെങ്കിൽ ഒരു വാഹനം കിട്ടണം, അവർക്കൊരു നന്മ കിട്ടണം, അവർക്കൊരു കുഞ്ഞിനെ കിട്ടണം, അവരുടെ വിവാഹം നടക്കണം. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലെ അവരുടെ കടം മാറണം, അവരുടെ രോഗം മാറണം. ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുണ്ട്. അതെയോ, നാം സ്വാർത്ഥപതികളാണോ പ്രിയരെ? നാം സ്വാർത്ഥരായി ജീവിച്ചാൽ നമുക്ക് ശാശ്വതമായ സമാധാനം കിട്ടുകയില്ല, സന്തോഷം കിട്ടുകയില്ല. മറ്റുള്ളവർക്കും വേണ്ടി കരുതുക. യേശു അതല്ലേ ആ മാതൃക കാണിച്ചു തന്നത്? നമുക്ക് വേണ്ടി കരുതി. യേശു നമുക്ക് വേണ്ടി കരുതി തന്നെ ആ ഒരു മാതൃക കാണിച്ചു തന്നു. സമാധാനം ആലോചിക്കുന്നവർക്ക് സന്തോഷമുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി കരുതുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, സമാധാനം ഉണ്ടാക്കുന്നവരായി തീരുക. അങ്ങനെയെങ്കിൽ നമുക്ക് സമാധാനം ലഭിക്കും, നമുക്ക് സന്തോഷം ലഭിക്കും. ഇന്ന് അനേകരുടെ ജീവിതത്തിലെ അസന്തുഷ്ടിക്കും അസമാധാനത്തിന് കാരണം അവർ സമാധാനം ഉണ്ടാക്കുന്നില്ല,
വഴക്കുണ്ടാക്കുന്നു. കൂട്ടായ്മകൾ തമ്മിൽ വഴക്ക്, അതിന് പിന്നിൽ ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും. ഭവനത്തിൽ വഴക്ക്, ഒരുപക്ഷെ ഭർത്താവായിരിക്കും കാരണം, ഭാര്യയായിരിക്കും കാരണം. പ്രിയപ്പെട്ടവരെ, സമൂഹത്തിൽ വഴക്ക്, രാജ്യങ്ങൾ തമ്മിൽ വഴക്ക്, ഏതെങ്കിലും ഒരു നേതാവായിരിക്കും. എന്നാൽ ആ നേതാവിൻ്റെ ഉള്ളിൽ ശാശ്വതമായി സന്തോഷം കിട്ടുകയില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സമാധാനം ആലോചിക്കുന്നവർക്കോ സന്തോഷമുണ്ട്. എങ്ങനെയെങ്കിലും രമ്യതയിൽ പോകുക, സ്നേഹത്തിൽ പോകുക, സമാധാനത്തിൽ പോകുക, വഴക്കടിക്കാതെ എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ആ ഒരു മനോഭാവം അത് ക്രിസ്തുവിൻ്റെ ഹൃദയമാണ്. നമുക്കും ക്രിസ്തുവിൻ്റെ ഹൃദയം തരാൻ അതിനല്ലേ യേശു തൻ്റെ ചങ്ക് തുറന്നത്. കാൽവർ ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു തൻ്റെ തിരുവിലാവ് തുറന്നത് ആ സ്നേഹമുള്ള ഹൃദയം നമ്മെ കാണിക്കുകയായിരുന്നു. യേശുവിൻ്റെ ചങ്കിലേക്ക് എങ്കിലും പടയാളികൾ ഒരുത്തൻ യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും വന്നു. അവിടെ നിന്ന് കോപം വന്നില്ല, അവിടെ നിന്ന് ദേഷ്യം വന്നില്ല, അവിടെ നിന്ന് ശാപവാക്കുകൾ വന്നില്ല. അവിടെ നിന്നും വന്നു രക്തവും വെള്ളവും. എന്താണത് കാണിക്കുന്നത്? മക്കളെ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്നെ ഉപദ്രവിച്ചപ്പോഴും എൻ്റെ അവസാനത്തുള്ള രക്തം പോലും നിങ്ങൾക്ക് വേണ്ടി തന്നു. ഇനി ദർ ഇസ് നോ ബ്ലഡ് ദെയർ, ഇനി രക്തമില്ല. അത് യേശു അവസാനത്തുള്ള രക്തം വരെയും തന്ന് നമ്മെ സ്നേഹിച്ചെങ്കിൽ നാം മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതല്ലേ? അയൽക്കാരെ സ്നേഹിക്കേണ്ടതല്ലേ? മറ്റുള്ളവർക്ക് നന്മ വരാൻ നാം പ്രാർത്ഥിക്കേണ്ടതല്ലേ? മറ്റുള്ളവരുടെ ഇടയിൽ സമാധാനമുണ്ടാക്കുന്ന സമാധാന പുത്രന്മാരായി, ദൈവത്തിൻ്റെ പുത്രന്മാരായി നാമും ജീവിക്കേണ്ടതല്ലേ പ്രിയരെ? അങ്ങനെയെങ്കിൽ നാം അങ്ങനെ ജീവിച്ചാൽ നഷ്ടമല്ല. ഒരുപക്ഷെ നാം ദൈവത്തിൻ്റെ പിന്നാലെ സമാധാനകാംക്ഷികളായി ജീവിച്ചാൽ ഒരുപക്ഷെ വലിയ 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 സമ്പന്നതയൊന്നും നമുക്ക് ലഭിച്ചില്ലെന്നിരിക്കും. എന്നാൽ വലിയ സമ്പത്താകുന്ന സന്തോഷം നമുക്ക് ലഭിക്കും. അങ്ങനെ നമ്മുടെ കൊച്ചു ജീവിതം കൊണ്ട് നാം മറ്റുള്ളവർക്ക് സമാധാനം കൊടുത്ത് ദൈവത്തിൽ നിന്നും സന്തോഷം പ്രാപിക്കുന്നവരായി നമുക്ക് തീരാം. അതിനിടയാകട്ടെ. കർത്താവ് നിങ്ങളെ സന്തോഷം കൊണ്ട് നിറയ്ക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഒരു ചെറിയ അഡ്വൈസ്, നിങ്ങൾ ഓരോരുത്തരും യേശുവിനെ സ്നേഹിച്ച് യേശുവിന് വേണ്ടി ജീവിതം കൊടുത്തിട്ട് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കൊച്ചു ഭവനത്തിലിരുന്ന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് യേശു മറുപടി തരും. അത് മാധുര്യമാണ്. യേശു എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് നിങ്ങൾക്കും സന്തോഷത്തോടെ പറയാൻ ഇടയാകും. അത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം അത് അരക്കിട്ട് ഉറപ്പിക്കുന്നതാണ്. അതാണ് ഞങ്ങളും പ്രാർത്ഥിക്കുകയും ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. നിങ്ങളെ ദൈവം ഓരോരുത്തരെയും കർത്താവ് നിറപടിയായി അനുഗ്രഹിക്കട്ടെ, തൻ്റെ സന്തോഷം കൊണ്ട് നിറയ്ക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.